എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് കർക്കടകം 1. കർക്കടക മാസം 1-ാം തീയതി മുതൽ ഇനിയുമുള്ള ഓരോ ദിവസങ്ങളും നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള വിശേഷമായിരിക്കുന്ന ദിവസങ്ങളാണ്. ഒരു കാലത്തെല്ലാം ഏറ്റവും വൈശിഷ്ട്യമാർന്ന തലത്തിൽ, പ്രത്യേകിച്ച് പണ്ട് കാലത്തൊക്കെ നമ്മളുടെ വീടുകളിലെല്ലാം ദിവസവും വായിച്ചു കൊണ്ടിരുന്ന രാമായണം ഇന്ന് കർക്കടക മാസത്തിൽ മാത്രമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കർക്കടക മാസം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഇപ്പോൾ ഇതൊരു രാമായണ മാസമാണ് എന്നുള്ളതാണ്. ഈ കർക്കടക മാസത്തിലെ ഓരോ ദിവസങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പുതിയ നൂതനമായിരിക്കുന്ന ദിവസങ്ങളായി മാറപ്പെടുകയാണ്. പരമാത്മ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹ കലകൾ കൊണ്ട് സമ്പന്നവും സമൃദ്ധവുമായ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രം ഓരോ ചടങ്ങുകളുടെ പ്രാധാന്യം കൊണ്ട് ലോക ജനതയുടെ മുൻപിൽ വളരെയധികം വിശേഷമായിരിക്കുന്ന സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ കർക്കടക ദിവസങ്ങളെ ഭക്തിയുടെ, ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കർക്കടക മാസത്തിലെ ഓരോ ദിവസങ്ങളും നമ്മളുടെ മുൻപിലേക്ക് രാമനാമ പ്രാധാന്യത്തെപ്പറ്റി ചിന്തിക്കപ്പെടുവാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ രാമനാമം നമ്മളുടെ ജീവിതത്തിലേക്ക് അന്വർത്ഥമാക്കപ്പെടാൻ കാരണമായത് വാൽമീകിയാൽ വിരചിതമായ രാമായണം എന്ന ആദ്യ കാവ്യമാണ്. ഈ രാമായണം നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളെ സ്വീകരിക്കപ്പെട്ടുകൊണ്ട് അവയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെ ഭഗവാൻ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി അനുഗ്രഹിക്കട്ടെ, അനുവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും കർക്കടക മാസത്തിലെ ഓരോ ദിവസങ്ങളും നമ്മളുടെ മുമ്പിലേക്ക് രാമായണത്തിൻ്റെ തത്വചിന്തയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എൻ്റെ പേര് മനോജ് നമ്പൂതിരി. പന്തളത്തിനടുത്ത് കുരമ്പാലയാണ് എൻ്റെ സ്വദേശം. ഈശ്വരീയമായിരിക്കുന്ന തത്വതലങ്ങളെ ചിന്തിക്കപ്പെടുവാൻ ഉളനാട് ശ്രീകൃഷ്ണ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ, അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലവരായിരിക്കുന്ന ഓരോ സജ്ജനങ്ങളുടെയും പാദങ്ങളെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് രാമായണ വിഷയത്തിലേക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഇന്നിവിടെ ചിന്തിക്കപ്പെടുന്നത് ആദ്യകാവ്യമായിരിക്കുന്ന വാൽമീകി രാമായണത്തെ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മലയാളത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഏറ്റവും ലളിതമായ ഭാഷയിലൂടെ നമുക്ക് നൽകിയ ഉത്തമ ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം എന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലെ ചിന്തകളെയാണ് നമ്മൾ ഇതിലൂടെ ചിന്തിക്കുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കപ്പെടുന്നത്. ഞാനും നിങ്ങളും ചേർന്ന് നമുക്കൊരുമിച്ച് ഈ കർക്കടക രാവുകൾ ഭക്തിയുടെ തലങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അധ്യാത്മരാമായണം തുടങ്ങുന്നത് തന്നെ ഇഷ്ടദേവത സ്തുതിയെ സംബന്ധിച്ചാണ്. അതിൽ ഇഷ്ടദേവതകളോട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പ്രാർത്ഥിക്കപ്പെടുന്നത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്നാണ്. കാരണം അക്ഷരങ്ങൾ ചേർത്ത് വെച്ച വാക്കുകളും വാക്കുകൾ ചേർത്തുള്ള വാചകങ്ങളിലൂടെ രാമായണത്തെ എന്ന ഉത്തമമായിരിക്കുന്ന മഹാകാവ്യം, അതായത്
വാൽമീകിയാൽ വിരചിതമായിരിക്കുന്ന വാൽമീകി രാമായണത്തിൻ്റെ തത്വചിന്തകളെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. അത് എഴുത്തച്ഛൻ അതിനു വേണ്ടിയിട്ട് ഗണപതി ഭഗവാനോടും സരസ്വതി ദേവിയോടും ഒപ്പം തൻ്റെ എല്ലാ ദേവതകളോടുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാമായണത്തെപ്പറ്റി പറയാനായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണ്. കാരണം നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുടുംബങ്ങളാണ്. ഒരു കുടുംബം എന്ന് പറയുന്നത് 4 ചുവരുകൾക്കുള്ളിലിരിക്കുന്ന ഒരു വീട് മാത്രമല്ലെന്ന് കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ നമ്മൾ പാലിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സാധാരണക്കാരായിരിക്കുന്ന നമ്മളിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുവാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഋഷീശ്വരന്മാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഈ രാമായണം ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അച്ഛന്, അമ്മ, മക്കള്, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ് തുടങ്ങിയ ബന്ധങ്ങളുടെ വിലയും നിലയും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ വിഷയത്തെയാണ് സമൂഹത്തിന് കൊടുക്കാനായിട്ട് ആദ്യമേ ശ്രമിക്കപ്പെടുന്നത്. ഇതിൽ കഥകൾക്കല്ല പ്രാധാന്യം. കഥകളെല്ലാം നമുക്കറിയാം. രാമായണത്തിലെ എല്ലാ കഥകളും നമുക്കറിയാം. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നമുക്കറിയാം. പക്ഷേ ഈ കഥാപാത്രങ്ങൾ നമുക്ക് നൽകുന്ന ഒരറിവുണ്ട്, ഒരു ബോധമുണ്ട്. ഈ അറിവും ബോധവും കൂടി നമുക്ക് ഒരുമിച്ച് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവുകളുണ്ട്. അപ്പോൾ ഈ നല്ല തിരിച്ചറിവുകളെ നമുക്ക് ഉപയോഗയോഗ്യമാകുന്ന വിധത്തിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനു വേണ്ടി ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകരുത്. ഒരു കടലിൽ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് പോലെ തൻ്റെ വാക്കുകൾ ഇങ്ങനെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്ന് എഴുത്തച്ഛന് നന്നായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഏറ്റവും വളരെ വിശേഷമായിരിക്കുന്ന, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹതലങ്ങൾ പൂർണ്ണമായിട്ടും പറയപ്പെടാവുന്ന ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ തുടങ്ങിയ കഥാതലങ്ങളെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ഇത് സ്വീകരിക്കുന്ന ഭക്തരായിരിക്കുന്നവർക്ക് മനസ്സിലാകണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമാകുന്നില്ല. ഒരു ചിത്രം വരച്ചാൽ ആ ചിത്രത്തിലൂടെ ഒരു ചിത്രകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരായിരിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ആ ചിത്രകാരൻ പരാജയപ്പെട്ടു എന്നാണ്. അതുപോലെ തന്നെയാണ് ഒരു കഥ പറയുമ്പോൾ ആ കഥയിലെ രസങ്ങളെക്കാൾ ഉപരി അതിലെ തത്വഗുണങ്ങളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ശ്രോതാക്കളായിരിക്കുന്നവർക്ക് സാധിക്കപ്പെട്ടില്ലെങ്കിൽ ആ കഥാകൃത്ത് പരാജിതനാകുന്നു എന്നാണ്. അതുണ്ടാകാതിരിക്കാനാണ് ഒരു പ്രാർത്ഥന ഇവിടെ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് എഴുത്തച്ഛന് വളരെ പ്രധാനമായിട്ട് ആദ്യമേ തന്നെ എന്താണ് രാമായണമെന്ന് ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞു തരികയാണ്. എവിടെയാണ് രാമായണമെന്നും എന്താണ് രാമായണത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുമുള്ള ഒരു കഥയുടെ ഒരു സങ്കല്പ തലങ്ങൾ ആദ്യമേ തന്നെ രാമായണ മാഹാത്മ്യം എന്ന് പറഞ്ഞു തരികയാണ്. ഈ രാമായണ മാഹാത്മ്യം വളരെ കാര്യമായിട്ട്, അതായത് ചുരുങ്ങിയ വരികൾ കൊണ്ട് രാമായണത്തിൻ്റെ തുടങ്ങി, അതായത് ദശരഥ മഹാരാജാവിൻ്റെ അവസ്ഥ മുതൽ അവിടം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള തലങ്ങളിലേക്ക് ഏറ്റവും വിശേഷമായിട്ട് പറഞ്ഞു തരികയാണ് ആ രാമായണ മാഹാത്മ്യം എന്ന ഒരു ഭാഗത്തിലൂടെ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ദിവസവും വായിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നത്. ഓരോ 2 വരികൾ വീതം വായിച്ചുകൊണ്ട് അർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു മാസം തന്നെ നമുക്ക് തികയാതാകും. ഒത്തിരി നേരം നമുക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു പക്ഷേ, പ്രത്യേകിച്ച് ഇത് ഫോണിലും ഒക്കെ കാണുന്നവരാകുമ്പോൾ.
അല്പം കിട്ടുന്ന സമയങ്ങളിൽ ഒരല്പ ചിന്തകളാണ് നമുക്കിതിലൂടെ ചിന്തിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം, ഈ രാമായണ മഹാത്മ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലങ്ങളിലേക്ക് പോകുന്നത് ഉമാമഹേശ്വര സംവാദമാണ്. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഉമാമഹേശ്വര സംവാദ രൂപേണയാണ് നമുക്ക് രാമായണം നമ്മളിലേക്ക് വന്നത്. അതൊരു വലിയ പാഠമാണ്. കാരണം ഒരു വിഷയത്തെ ഒരു കലാകാരനോ ഒരു കഥാകാരനോ ഒക്കെ നമ്മളിലേക്ക് നൽകുന്ന ഒരു വഴിയുണ്ട്. ഈ വഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പോകുന്ന വാഹനം ഏറ്റവും സുഖമുള്ളതാണെങ്കിൽ എത്ര ദൂരമുണ്ടെങ്കിലും ആ യാത്ര നമുക്ക് പ്രയാസകരമായി തോന്നാറില്ല. എന്നതുപോലെയാണ് ഇവിടെ ഉമാമഹേശ്വര സംവാദ രൂപേണ നമുക്ക് രാമായണത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാണ് ഉമാമഹേശ്വര സംവാദ വിഷയത്തെ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു പക്ഷേ നല്ലവരായിരിക്കുന്ന ഭക്തജനങ്ങൾക്കുണ്ടാകും. ഒരഭിപ്രായങ്ങളും ഒരു നിർദ്ദേശങ്ങളും തെറ്റല്ല. എല്ലാ അഭിപ്രായങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും ശരികൾ തന്നെയാണ്. അവ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നല്ല നിർദ്ദേശങ്ങളെ നമ്മൾ സ്വീകരിക്കപ്പെടുക, നമ്മളെക്കൊണ്ട് പ്രായോഗികമായിട്ട് പറ്റാത്തതിനെ നമ്മൾ തള്ളിക്കളയുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഒരു കാര്യമെന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും കഥാഭാഗങ്ങളെ ഉമയുടെ ഈശ്വരനായിരിക്കുന്ന മഹേശ്വരൻ, ഉമാമഹേശ്വരൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുവാനൊരു കാരണം തന്നെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ളത്, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ശക്തി എന്നത്, ചൈതന്യം എന്ന് പറയുന്നത് അവിടുത്തെ കുടുംബിനിയായിരിക്കുന്ന അല്ലെങ്കിൽ ഗൃഹനാഥയാണ്. അത് നമുക്കെല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ അതൊരു നമ്മുടെ അമ്മയാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയാകാം. അപ്പോൾ ഇവരാണ് ഒരു വീടിനെ കൃത്യമായി നിയന്ത്രിക്കുന്നത്. അവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ താൻ. അത്രമാത്രമാണ് അവരുടെ പ്രാധാന്യം. അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി കൊണ്ടുപോകുന്ന പാർവതീദേവിയോട് ഭഗവാൻ തൻ്റെ മനസ്സിലുള്ളൊരാശയ വിഷയത്തെ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതൊരു കഥാരൂപേണയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു ഉദാഹരണമായി തന്നെ നമുക്കതിനെ ചിന്തിക്കാം. ഒരു കഥ പറഞ്ഞു തരികയാണ്, അല്ലയോ പാർവതീദേവി, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും കഥ. കാരണം നാളെ പാർവതീദേവിയോട് ചില കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കപ്പെട്ടില്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങളെ പുതിയ ഒരു മാർഗത്തിലൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാരായിരിക്കുന്ന പുരുഷന്മാർക്ക് ഒരു മാർഗവും കൂടി മഹാദേവൻ പറഞ്ഞു തരികയാണെന്നും നമുക്ക് ചിന്തിക്കാം. ഞാൻ ഉൾപ്പെടുന്ന ഓരോ ഭർത്താക്കന്മാർക്കും അതൊരു പാഠം കൂടിയാണ്. ഒരു പക്ഷേ നേരിട്ട് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കാം. ഒരു ഭക്ഷണം വെച്ചിട്ട് അത് എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ശരിയായില്ല എന്ന് പറയുന്നതിനേക്കാൾ ഇതിലൊരല്പം കൂടി ഉപ്പിട്ടിരുന്നുവെങ്കിൽ, ഒരല്പം ഉപ്പിട്ടാൽ അതിന് കുറച്ചുകൂടി സ്വാദുണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം ഉപ്പ് ഒരല്പം കൂടുതലിടും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് ഉപ്പില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് സ്വീകരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു വീടിനെ നയിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഗൃഹനാഥൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർവതീദേവിയോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും കഥാഭാഗങ്ങളെ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ രാമായണത്തിന് എന്താണ് പ്രാധാന്യമെന്ന് പാർവതീദേവി ഭഗവാനോട് ചോദിക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, എന്താണ് രാമായണം, എന്തിനാണ് രാമായണമെന്ന്.
അപ്പോൾ രാമായണത്തിൽ രാമൻ്റെ നാമത്തിൻ്റെ മാഹാത്മ്യം കൂടി കൃത്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതൊരു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് പറയുന്നതെന്ന് അവയ്ക്ക് എത്രമാത്രം മഹത്വമുണ്ട് എന്ന് പറഞ്ഞു തരികയാണ് അതിലൂടെ. ആദ്യം നമുക്ക് രാമനാമത്തിൻ്റെ മഹാത്മ്യത്തെ ഒന്ന് ചിന്തിക്കാം. രാമ എന്നുള്ള നാമം എങ്ങനെയുണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനുശേഷമാണല്ലോ രാമായണമാകുന്നത്. അപ്പോൾ രാമ എന്നുള്ളത് 2 അക്ഷരങ്ങളാണ്. രാ എന്ന അക്ഷരവും മാ എന്ന അക്ഷരവും. ഈ 2 അക്ഷരങ്ങൾക്ക് തന്നെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നുള്ളതാണ്. അതിൽ രാമനാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതാ സങ്കല്പങ്ങൾ ഒന്ന് ശൈവമെന്നും വൈഷ്ണവമെന്നും പറയുന്ന 2 വിഭാഗങ്ങളാണ്. ശിവനുമായി ബന്ധപ്പെട്ടത്, ഭഗവാൻ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളത് ആ ഭഗവാൻ മഹാദേവൻ്റെ ആ ഭാഗത്തെയാണ് ശൈവ ചിന്തകളെന്ന് പറയുന്നത്. അപ്പോൾ ആ ശൈവചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമെന്ന് പറയുന്നത് ഓം നമഃശിവായ എന്നുള്ളതാണ്. വൈഷ്ണവ ചിന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമാണ്. ഇത് മൂലമന്ത്രവും കൂടിയാണ്. മഹാവിഷ്ണുവിൻ്റെയും ഭഗവാൻ പരമേശ്വരൻ്റെയും മൂലമന്ത്രങ്ങളാണ് ഓം നമോ നാരായണായും അല്ലെങ്കിൽ ഓം നമഃശിവായും. അതിൽ മഹാവിഷ്ണുവിൻ്റെ പ്രധാനമായിട്ടുള്ള മൂലമന്ത്രമായിരിക്കുന്ന ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രത്തിൻ്റെ എല്ലാ മന്ത്രങ്ങൾക്കും ഒരു ബീജാക്ഷരമുണ്ട്, അഥവാ ജീവനായിട്ടുള്ളൊരു ഒരു അക്ഷരമുണ്ട്. അതിലെ ബീജാക്ഷരം എന്ന് പറയുമ്പം നാരായണായ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് സദാ സഞ്ചരിക്കുന്നവൻ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ എന്നുള്ള അർത്ഥമാണ്. സ്ഥിതിയുടെ ദേവനാണ് മഹാവിഷ്ണു. അപ്പോൾ സദാ സഞ്ചരിക്കുന്നവൻ നാരായണൻ എന്നുള്ളതിൽ നിന്നും രാ എന്ന അക്ഷരം എന്ന് മാറ്റിയാൽ അയനായ എന്നുള്ളതാകും, അഥവാ സഞ്ചാരമില്ലാത്തവൻ എന്നാകും. അഥവാ പോസിറ്റീവായിട്ടുള്ളൊരു വാക്ക് നേരെ ഒരക്ഷരം മാറ്റിയാൽ നെഗറ്റീവായി മാറും. അപ്പോൾ എങ്കിൽ ആ അക്ഷരം അതിൻ്റെ ബീജാക്ഷരമാണ്. അപ്പോൾ ആ നാരായണായ എന്നുള്ള മന്ത്രത്തിൻ്റെ ബീജാക്ഷരം എന്ന് പറയുന്നത് രാ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും ആ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രത്തിൻ്റെ ബീജാക്ഷരമായിരിക്കുന്ന രാ എന്നുള്ള അക്ഷരവും, നമഃശിവായ എന്നുള്ള മന്ത്രത്തിൽ സദാ മംഗളത്തെ നൽകുന്നവനായിരിക്കുന്ന നമഃശിവായ എന്നുള്ള മന്ത്രത്തിലെ ബീജാക്ഷരം എന്ന് പറയുന്നതും മായാണ്. സദാ മംഗളത്തെ നൽകുന്നവനാണ് ഭഗവാൻ പരമേശ്വരൻ. ന ശിവായ എന്ന് മായ എന്ന് മാറ്റിയാൽ ന ശിവായ എന്ന് പറയും, മംഗളത്തെ നൽകാത്തവനായി മാറും. അപ്പോൾ പോസിറ്റീവായ വാക്ക് നെഗറ്റീവാകും. അപ്പോൾ അതുകൊണ്ട് അതിലെ ബീജാക്ഷരമായിരിക്കുന്ന നമഃശിവായ എന്നുള്ള മന്ത്രത്തിലെ ബീജാക്ഷരമായിരിക്കുന്ന മാ എന്നുള്ള അക്ഷരവും കൂടി ചേർത്ത് രാമനാമം ഉണ്ടായി എന്നാണ് പറയുക. അപ്പോൾ ഈ രാമനാമത്തിന് എന്താണ് ശ്രേഷ്ഠത എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനി. അഥവാ മഹാവിഷ്ണുവും മഹാദേവൻ്റെയും മന്ത്രത്തിൻ്റെ ബീജാക്ഷരങ്ങൾ ചേർത്ത മന്ത്രമെന്ന് പറയുന്നത് അത് സഹസ്രനാമ തത്തുല്യമാണ്, സഹസ്രനാമത്തിന് തുല്യമാണ് എന്നാണ്. സഹസ്രനാമം പോലെയാണ് എന്നല്ല പറഞ്ഞത്, സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം എന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പണ്ട് കാലത്ത് രാമനാമം ജപിക്കുമ്പോൾ രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ, ഒരു രാമയല്ല അനവധി രാമനാമങ്ങൾ ജപിക്കുന്നത്. അപ്പോൾ രാമനാമത്തിന് അത്ര മഹാത്മ്യമുണ്ട്. അങ്ങനെ ഒരാളാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അപ്പോൾ ശ്രീയുടെ രാമനായി നിൽക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെയാണ്, ചന്ദനത്തിന് ഹരിചന്ദനത്തിൻ്റെ ഗന്ധം വന്നതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് ഈ രാമായണം എന്ന് പറയുന്നത്. ഈ രാമായണം എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട് എന്ന് പറയും. രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവ് മായുവാനുള്ളതാണ് രാമായണം. രാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്ധകാരമാണ്, ഇരുട്ടാണ്. അപ്പോൾ അതിൽ ഈ അന്ധകാരം എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്, അല്ലേ? നമ്മുടെ അറിവില്ലായ്മയാണ് ഇരുട്ടായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ അന്ധകാരത്തെ മാറ്റുന്നത്, രാവ് മായുവാനുള്ളതാണ് ഈ രാമായണം. അപ്പോൾ നമ്മളുടെ അറിവില്ലായ്മകൾ അഥവാ നമ്മുടെ അജ്ഞത എന്ന് പറയുന്നതിനെ മാറ്റിയെടുക്കുവാനുള്ള
ഒന്നാണ്, ഔഷധമാണ് രാമായണം. അത് നമുക്ക് ഭാവിയിൽ പിന്നീട് അങ്ങോട്ടത് മനസ്സിലാവും, അത് ശരിയായിരുന്നു എന്ന് നമുക്കത് ബോധ്യമാവും. അതുപോലെ തന്നെയാണ് രാമായണത്തിന് മറ്റൊരു അർത്ഥവും കൂടിയുണ്ട്. രാമൻ്റെ അയനമാണ് രാമായണം. ഒരുപാട് അർത്ഥങ്ങൾ അതിന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ പൊതുവായി പറയപ്പെടുന്നതാണ് രാമൻ്റെ അയനമാണ്, അല്ലെങ്കിൽ രാമൻ്റെ യാത്രയാണ്. കാരണം ഇവിടുത്തെ പ്രധാന കഥാപാത്രമായി പറയപ്പെടുന്നത് രാമനെയാണ്. അപ്പോൾ രാമൻ്റെ യാത്രകളിൽ രാമൻ അനുഭവിക്കപ്പെടുന്ന, അല്ലെങ്കിൽ രാമൻ നേരിടേണ്ടി വരുന്ന, ശ്രീരാമചന്ദ്രൻ നേരിടേണ്ടി വരുന്ന ഓരോ വിഷയത്തെയും കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഈ രാമായണത്തിലൂടെയാണ്. അപ്പോൾ രാമനോടൊപ്പം യാത്ര ചെയ്താൽ നമ്മളുടെ രാവുമായുമെന്നും അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കപ്പെടാൻ സാധിക്കപ്പെടുമെന്നും ശ്രീരാമചന്ദ്രൻ്റെ ജീവിതകഥയെ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ മുന്നോട്ട് വരികയാണ്. അതാണ് ഉമാമഹേശ്വര സംവാദത്തിൻ്റെ ഒരു ഭാഗത്തിൽ പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അറിവില്ലായ്മകളുണ്ട്. നമുക്കത് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അത് മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പലതും നമുക്കറിയാമെങ്കിലും പലതും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള പല തോൽവികളും ജീവിതത്തിൽ പല പരാജയങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അവയൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് ഇത് അറിവ് തന്നെ സ്വീകരിക്കപ്പെടണം. ഈ അറിവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ അറിവ് ഒരിടത്തു നിന്ന് നമുക്ക് ലഭ്യമാകണം. പറഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല, അത് മനസ്സിലാക്കുകയും വേണം, അത് ഉൾക്കൊള്ളുകയും വേണം. നമ്മളോടൊരാൾ പറയുന്നു ആ വഴി പോകരുത് എന്ന് പറയുന്നു. അപ്പോൾ ആ വഴി പോകരുതെന്ന് പറയുമ്പോൾ അത് തന്നോട് താല്പര്യമുള്ള, സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് പറഞ്ഞതാണ്, അത് താൻ അനുസരിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെ അതുവഴി പോകാതിരിക്കുക. അതല്ല, അതുവഴി പോയാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ ആൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരാണ്? നമ്മൾ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതുവഴി പോകരുതെന്ന് പറഞ്ഞത് കൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴും ആ വഴി പോകാതിരിക്കുക, അല്ലെങ്കിൽ പോകണമെങ്കിൽ ആ വഴിയെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യത്തെ നമ്മൾ അറിഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല, അത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അത് ഉൾക്കൊള്ളുകയും കൂടി വേണം. ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ അതുകൊണ്ട് ഗുണമുണ്ടാകുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. എല്ലാ അറിവുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നവരാണ്. നമ്മളെന്നും അറിവില്ലാത്തവരെല്ലാവരും അറിവുള്ളവരാണ്. പക്ഷെ പലതും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. ജീവിതത്തിലും നമുക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കപ്പെടാറുണ്ട്. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമാകാൻ മഹാദേവൻ നമുക്കൊരു അനുഗ്രഹം നൽകുകയാണ് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം പാർവതി ദേവിയോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇതിലെ പാർവതി ദേവിയും നമ്മളൊക്കെ തന്നെയാണ്. കാരണം കുടുംബം നോക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ചേർന്ന് നമ്മളെല്ലാവരും ഈ പാർവതി ദേവിയുടെ സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അതിനുശേഷമാണ് ഹനുമാൻ സ്വാമിക്ക് രാമതത്വോപദേശത്തെ നൽകപ്പെടുന്നത്. ആ ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന ഒരു കഥാപാത്രം രാമായണത്തിൽ വളരെ കൃത്യമായിട്ട്, വളരെ അതുവരെ നമുക്ക് ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. ആരാണ് ഹനുമാൻ സ്വാമി എന്ന് ചോദിച്ചാൽ പറയാൻ നമുക്ക് ശൈവാവതാരമാണ്, ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ രുദ്രാവതാരങ്ങളിലൊന്നാണ്. അത് തൻ്റെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് സ്വയം ബോധ്യമാകാതെ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു ഹനുമാൻ സ്വാമിയുടെ അവസ്ഥകളിൽ പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവർ പണ്ട് പറയുന്നത് പോലെ അവനവൻ്റെ ശക്തി എന്താണെന്ന് പലപ്പോഴും അവനവൻ അറിയില്ല. അത് മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നതും. അതിൻ്റെ തത്വതലങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരുപാട് വിഷയങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. ആ വിഷയങ്ങളെയൊക്കെ നമുക്ക് നാളെ കുറച്ചുകൂടി കാര്യമായിട്ട് ചിന്തിക്കാം. ഇന്നൊരു തുടക്കമാകട്ടെ. ഇന്ന് ഉമാമഹേശ്വര സംവാദ രൂപേണ
ഇനി ഒരുപാട് കഥകളുണ്ട്. ഒരല്പം കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്പസമയമെങ്കിലും നമുക്കിതൊന്ന് ചിന്തിക്കപ്പെടുവാൻ സാധ്യമാകണം. ഈ ഉമാമഹേശ്വര സംവാദം രാമായണത്തിലേട്ട് ആ കാണ്ഡങ്ങളുടെ വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. കുറച്ചുകൂടി വിഷയങ്ങളെ നമുക്ക് നാളെ ചർച്ച ചെയ്യപ്പെടാൻ സാധിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ, മഹാദേവൻ്റെ ഒരു അനുഗ്രഹമാകട്ടെ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ നിലനിൽക്കുന്നത് എന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉളനാട് ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ ആവോളം നമുക്കുണ്ടാകട്ടെ. ഈ കർക്കിടക മാസത്തിൽ ഉളനാട് കണ്ണനെ വന്ന് കാണണം, കണ്ട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം, എല്ലാ കർമ്മങ്ങളുടെയും ഭാഗങ്ങളാകാൻ നമുക്ക് സാധിക്കണം. ജഗദീശ്വരൻ നല്ലവരായിരിക്കുന്ന എൻ്റെ എല്ലാ സജ്ജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഉളനാട് ഉണ്ണിക്കണ്ണൻ നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ അനുഗ്രഹദാതാവായിട്ട് തെളിച്ചവും വെളിച്ചവുമായി മാറപ്പെടട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ സജ്ജനങ്ങൾക്കും ഒരു നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.